ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരംവെട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തോട്ടി. നമ്മൾ എങ്ങനെ ക്ഷമിക്കും? കടിച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കറന്നതും പോയി. പടച്ചോനെ, നമ്മുടെ മുഖീന്ന് കെട്ടിയോളുമാരുടെ മണവും പോയി. ഒന്ന് വീശിത്തര ഒരു പെണ്ണിന്റെ പൊടിയുണ്ട് ഗുരുവായൂരപ്പ. നിങ്ങൾ പട നയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവന് വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവകരെ തേടി. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. നമ്മളും പരുത്ത് കേട്ടിരിക്കണു ഓനെ പറ്റി. എന്നാ നമുക്ക് പുറപ്പെടാം. എന്റെ പൊന്നോപന മോൻ ആരോമൽ ചേകവര് പോയി. എന്റെ അരുമോൾ ഉണ്ണിയാർച്ചയും പോയി. പുത്തൂരം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാലമേ എന്നെ ഉയിരോടെ ഇട്ടിരിക്കുന്നു. എന്താണ്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപ്പനുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല. ആ, എന്താ ചെയ്യുക? ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ, അവന്റെ മുറപ്പെണ്ണെന്തിയെ കുഞ്ഞിദേവി? അവൾ അവനെയും കാത്ത് പഠിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ, അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പനുണ്ണി തമ്പുരാൻ വരികയാന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ 100 നാഴിക അകലെന്ന കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്. ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പെങ്ങളായിരിക്കും. അല്ല, മുറപ്പെണ്ണ്. പേര് കുഞ്ഞിദേവി, ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ? നമസ്കാരം. നമസ്കാരം. കുഞ്ഞിദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. തച്ചോളി കുഞ്ഞിച്ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം. പൊങ്ങൻ ചെട്ടിയാർ. നമ്മളാണ് വളപട്ടണം മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചുതലിക്കാരി ഉമ്മിണി. ആ, അടിച്ചുകളിക്കാരി ആരെയും ഉമ്മിണിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പനുണ്ണി തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവൻ. എന്റെ മകൻ ആരോമൽ ചേകവരുടെ മകനാണ് കണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴിപ്പണം കൊണ്ടുവന്നിരിക്കുന്നു. ഇല്ല, എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കില്ല. അയക്കണ്ട, ഞാൻ വരാം അംഗത്തിന്. അംഗക്കിഴി പണം ഒടിക്കുന്നു. മുത്തശ്ശൻ എന്തിനാ പോകുന്നത്? ഞാൻ പോകാം അംഗത്തിന്. എന്റെ അമ്മ ഉണ്ണിയാർച്ച നനമുണ്ട് കൊണ്ട് നാദാപുരത്തങ്ങാടി പൊടി തൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുദേവി, നിർത്തു. അംഗം കളരിയിൽ ഇപ്പോഴും ചോരക്കച്ച ഉണങ്ങാതിരിക്കുന്നു. കണ്ണു നനയാതെ പായ്ത്തലക്കൽ
ഇന്നും പോകാനൊക്കില്ല. നിങ്ങൾ വിഷമിക്കണ്ട, കണ്ണപ്പനുണ്ണി വരട്ടെ, ഞാൻ അവരെ അംഗത്തിനയക്കാം. സമാധാനമായി പോയി. സമ്പ്രതി അദ്ദേഹം കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ വരാൻ താമസിച്ചു. ഉറക്കം വരുന്നുവല്ലേ? 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം? അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്നെന്റെ മനസ്സ്. രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ഞാൻ. എന്റെ മനസ്സ് നിറയെ സംശയം. സംശയമോ? എന്നെയോ? ഗുരുവിനോടൊരു അപേക്ഷ. രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ എനിക്കും. അങ്ങ് ഹനുമാനല്ല, എന്റെ ശ്രീരാമചന്ദ്രനാണ്. ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ. അറിയാം. സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ചു കയറിയിട്ടുണ്ട്. ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെയല്ലേ? നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. വണ്ടെത്താനുണ്ണാത്ത പൂവ്. വരി. ഉറങ്ങണ്ടേ? ഉറങ്ങണം. ഉറങ്ങാത്ത 101 രാവുകൾ ഒരുമിച്ചുറങ്ങണം. ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം. കത്തിയേരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടുറങ്ങണം. കുഞ്ഞമ്മേ, ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല. മനസ്സിലായില്ല. ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോല കൊടുക്കില്ല. ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ്. അതെ, ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടുന്ന് എന്റെ ഗുരുവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഇല്ല, നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താനിയും മാനിയും തന്നവനാണ്. അതേ പുണ്യം. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി. ഓം ഗുരുവേ. നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ്. എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ. എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയാടേണ്ട പുരുഷനാണ് നിങ്ങൾ. പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഇല്ല ഇല്ല. നിൽക്കിൻ, സത്യം പറയും. അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും. വളരെ സന്തോഷം. ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം. വെട്ടിക്കൊള്ളു. കാവിലമ്മേ, എന്നെ പോലെ ആൺതലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ? ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടിയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺതരികളെല്ലാം പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇല്ല, ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. സത്യം. ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റി വിളംബരം ചെയ്യൻ. കോട്ടവാതുക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺതരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയൻ. നിങ്ങൾ ക്ഷമിക്കും. ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല. ക്ഷമിക്കും. നിർത്തി. ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടവറയിലിടൻ. ഈ കോട്ടയിലുള്ള എല്ലാ ആൺതരികളെയും പിടിച്ച് വെളിയെ തള്ളൻ. അമ്മേ, കാവിലമ്മേ, ഞാൻ എന്ത് പാവം ചെയ്തു? എന്റെ അമ്മേ, ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്തു? എന്നെ എന്ത് നീ കണ്ണീരിൽ ആഴ്ത്തുന്നു? അമ്മേ, അമ്മേ.
പറയൂ, എന്നെന്തിനെ പരീക്ഷിക്കുന്നു അമ്മേ? എന്തിനെ പരീക്ഷിക്കുന്നു അമ്മേ? എന്നെ